നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഒരു വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്നവർ പതിനായിരങ്ങൾ. 2016 ഞങ്ങൾ ഗവൺമെൻറ് രൂപീകരിച്ച് സെക്രട്ടേറിയറ്റിൽ പോയി ഇരുന്നതിന് ശേഷം കണ്ട കാഴ്ച, ഓരോ ദിവസവും കുറേ ആളുകൾ വരും. അവരിൽ ഭൂരിഭാഗം പേരുടെയും ആവശ്യം വീട് വേണമെന്നുള്ളതാണ്. ഇത് നിത്യം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് സഹായിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട്, ഇതൊരു പൊതു പ്രശ്നമാണല്ലോ, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണ്ടേ, അതെന്താണ് അതിന് പരിഹാര മാർഗമെന്ന് ആലോചിക്കണ്ടേ എന്ന് ചർച്ച ചെയ്യാനിടയായി. ആ ചർച്ചയിലൂടെയാണ് ലൈഫ് മിഷൻ എന്ന ആശയം രൂപമെടുക്കുന്നത്. ആശയം രൂപമെടുത്തതിന് ശേഷം ബന്ധപ്പെട്ട എല്ലാ വേദികളിലും ചർച്ച ചെയ്തു. ചർച്ച ചെയ്യപ്പെടുമ്പോൾ എല്ലാവരും സന്തോഷപൂർവ്വം അത് അംഗീകരിച്ചു. LDF ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന നിലക്ക് LDFൻ്റെ അംഗീകാരവുമായി. നമ്മുടെ കേരളത്തിൽ 5 ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. ചെറിയ തുകയാണ് അക്കാലത്ത് വീട് നിർമ്മിക്കാൻ, അതുകൊണ്ട് വീടൊന്നും ആവില്ല. ഒരു 4 ലക്ഷം രൂപ ഒരു വീടിന്. എല്ലാ പദ്ധതികളും കൂടി യോജിപ്പിക്കുക, ഒറ്റ പദ്ധതിയായി നടപ്പാക്കുക. കേന്ദ്ര ഗവൺമെൻറ്റും ഇതുമായി സഹകരിക്കണം, കേന്ദ്രത്തിൻ്റെ പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കാമെന്ന് അവരോടും പറഞ്ഞു. 4 ലക്ഷത്തിൻ്റെ വീട്, നല്ല വീട്. പക്ഷേ 2021 മുഴുവനായില്ല. നല്ല നിലക്ക് മുന്നോട്ട് പോയി. പക്ഷേ 5 ലക്ഷം തികയാൻ നല്ലതുപോലെ ബാക്കിയുണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് നേരുമ്പോൾ UDF ഒരു കാര്യം പറഞ്ഞു. UDFൻ്റെ കൺവീനർ പറഞ്ഞു, തെരഞ്ഞെടുപ്പാണല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ റദ്ദ് ചെയ്യും. ജനങ്ങൾ LDFന് തുറന്നുള്ള അധികാരമേൽപ്പിച്ചു, തുടർ ഭരണമേൽപ്പിച്ചു. അപ്പോൾ UDF ആയിരുന്നു വന്നതെങ്കിൽ ആ ലൈഫ് മിഷനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. LDFനെ തുടർ ഭരണമേൽപ്പിച്ചതുകൊണ്ട് ശരിയായ വഴിക്കത് മുന്നോട്ട് പോയി. നമ്മുടെ കേരളത്തിലെ 5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ പൂർത്തിയായി. അവിടെ ആള് താമസിക്കുകയാണ്. ഒരു കുടുംബത്തിൽ 4 പേരെന്നെടുക്കുക ശരാശരി. അപ്പോൾ 20 ലക്ഷം പേര് ഇങ്ങനെയൊരു സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന ദിവസം മുതൽ അവർ ഒരു പ്രത്യേക ആളായി മാറുകയാണ്. വല്ലാത്തൊരു അഭിമാനബോധം, എൻ്റെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു എന്ന. വൻതോതിൽ ആളുകളിൽ തന്നെ മാറ്റമുണ്ടാക്കുന്ന കാര്യം. LDF അല്ലെങ്കിൽ ഇത് വരുമായിരുന്നു. ഈ പാവങ്ങൾ മാത്രമല്ല, ആ പാവങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ള സമൂഹം ഒന്നടങ്കം ചിന്തിക്കുകയാണ്. LDF ഭരണത്തിൽ നിന്നുകൊണ്ടാണ് ഇത് നടന്നത്. എന്തിന് LDF എന്നതിന് ജനങ്ങൾ തന്നെ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയുകയാണ്. നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലക്കുണ്ടായ തകർച്ച ധാരാളം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അധികം പോകുന്നില്ല. സ്കൂളുകൾ തകർന്നു പോയത്, കുട്ടികൾ കൊഴിഞ്ഞു പോയത് എല്ലാം പൊതുവിദ്യാഭ്യാസമേ ഇനി ഉണ്ടാവില്ല എന്ന് കണക്കാക്കിയത്,
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി നല്ല മാറ്റം അതിൽ കൊണ്ടുവന്നു. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തൊരു കാര്യമായതുകൊണ്ട് അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് എന്തായിരുന്നു പ്രത്യേകത? കേരളം എല്ലാ കാലത്തും വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല മികവ് നേടിയ സംസ്ഥാനമാണെന്നാണ് നമ്മൾ പൊതുവെ ധരിച്ചിരുന്നത്. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുമായിട്ടുള്ളൊരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ ഒരു ചെറിയ ചോദ്യം: ദേശീയ തലത്തിലുള്ള 100 സ്ഥാപനങ്ങൾ, അതിൽ കേരളത്തിൽ നിന്നുള്ള എത്ര സ്ഥാപനമുണ്ട്? ഉത്തരവില്ല. എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. ആരെയും കുറ്റമല്ല. ഇതായിരുന്നു കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ. അപ്പൊ ഇതിന് മാറ്റം വേണ്ടേ? ആ മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചു. LDF-ന് തുടർഭരണം ലഭിച്ചതോടുകൂടി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടപടികൾ തുടങ്ങി. 6000-ൽ പരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, ആ രംഗത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ അക്കാദമിഷ്യൻസ് അടങ്ങുന്ന കമ്മീഷൻ, അതിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ എവിടെയെത്തി? കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികൾ A++ നേടിയിരിക്കുന്നു. 3-4 യൂണിവേഴ്സിറ്റികൾ A+ നേടിയിരിക്കുന്നു. ആദ്യത്തെ 6 യൂണിവേഴ്സിറ്റികളെ എടുത്താൽ അതിൽ 2 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. രാജ്യത്തെ 50 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ, അല്ലെങ്കിൽ 40 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ പിന്നെയും 2 എണ്ണം വരും. ദേശീയ തലത്തിലുള്ള 100 കോളേജുകൾ 18 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. മാറ്റമല്ലേ ഇത്? എന്താണ് നാം ഉദ്ദേശിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആധുനിക കോഴ്സുകൾ, നല്ല തോതിൽ യോഗ്യത സമ്പാദിക്കാൻ നമ്മുടെ യുവതക്ക് കഴിയണം. നമ്മുടെ ചെറുപ്പക്കാരിതെല്ലാം ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ മാറ്റം അവർ തിരിച്ചറിയുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഉയർന്ന അക്കാദമിക് ശേഷി ഇവിടെ ഞങ്ങൾക്ക് വേണം എന്നാണ് നമ്മുടെ യുവത ആഗ്രഹിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളൊരുക്കലാണ് പ്രധാനം. അതിൻ്റെ ഭാഗമായി കോഴ്സുകൾ നല്ലതുപോലെ പുതിയ കോഴ്സുകൾ വരുന്നു. അതിനുവേണ്ട പശ്ചാത്തല സൗകര്യമൊരുക്കുന്നു. ഇപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നല്ല പശ്ചാത്തല സൗകര്യത്തിലേക്ക് മാറുകയാണ്. സാധാരണഗതിയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, വിദേശത്ത് നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ അവർക്ക് പറ്റും തരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോസ്റ്റലുകൾ അതുവരെ ഇവിടെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് നമ്മുടെ യുവതയെ എത്തിക്കുന്നു. അതോടൊപ്പം നല്ല തോതിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും നൈപുണ്യവുമുള്ള
യുവതിയായി നമ്മുടെ യുവത മാറുന്നു. മത്സരാധിഷ്ഠിതമാണ് ഇന്നത്തെ ലോകം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വികസിത രാഷ്ട്രങ്ങളിലുള്ള യുവതയുമായി അടക്കം മത്സരിച്ച് ജയിക്കാനുള്ള ശേഷിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ഉയർത്തുന്നു. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. അവർ പലരും ഇവിടെ അവർ നേടിയ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് നേടിയ നൈപുണ്യത്തിനനുസരിച്ചുള്ള ജോലി ഇവിടെ ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള നടപടികളും സ്വീകരിക്കുകയാണ്. നല്ല മാറ്റം ആ രംഗത്ത് വരുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വൻ വ്യവസായങ്ങളും തമ്മിൽ നല്ല ബന്ധം വരുന്നു. ഒരു വ്യവസായത്തിന് പ്രത്യേകമായി വേണ്ടിവരുന്ന കോഴ്സുകൾ അത് കൃത്യമായി കേരളത്തിൽ രൂപം കൊടുക്കുന്നു. അപ്പോൾ ആധുനിക ലോകത്തെ വികസനത്തിൻ്റെ പ്രത്യേകതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റുക, ഇതാണ് നമ്മുടെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടത്തേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.